ഞാൻ വിചാരിക്കാൻ ഓലിക്ക് എന്നോട് ഒരു കുഴപ്പമില്ല, ഓലിനോട് ഉഷാറ്, അങ്ങനെ വിചാരിച്ചോലൊക്കെ നേരെ തിരിച്ച്. ഇപ്പൊ ഷെമി വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ വേറെ കല്യാണം കഴിച്ച് ആ ഒരു പ്ലാനിങ്ങിൽ അവ ഉൾക്കൊള്ളിക്കാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ. അപ്പൊ ഗൈസ് രണ്ടാമത്തെ ദിവസമല്ലേ നമ്മള് പുതുവത്സരമൊക്കെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ ആദ്യത്തെ വ്ലോഗാണ് അല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്നത്തെ വർഷം ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തുടങ്ങാം അല്ലേ ഷിമേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ വെറൈറ്റി ആവൂലേ? അതേ ഉള്ളല്ലോ ഇപ്പൊ ഒരു വെറൈറ്റി ചെയ്യാൻ. ഈമല് പലതും ചെയ്യാണ്ട്, പക്ഷെ അവള് സമ്മതിക്കായിട്ടാ. എന്റെ സമ്മതം നോക്കണ്ടോ, ചെയ്യേണ്ടവരൊക്കെ എന്തും ചെയ്യും. ചെയ്യണല്ലോ, അതാണല്ലോ ലൈഫും വൈബൊക്കെ. കുറച്ച് മുമ്പ് എന്തെത്തി പറഞ്ഞ ഞാൻ സമ്മതിക്കായിട്ടാണ്. ഇങ്ങനെ നൊടിച്ചിലാണ്. അതാ കണ്ടില്ല, ഇതാണ് ഇപ്പൊ കാര്യങ്ങള്. പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു. എനിക്കും പുതുവത്സര ആശംസകൾ. എത്ര ആൾക്കാർ സ്വന്തം ഭാര്യനോട് പുതുവത്സര ആശംസകൾ പറഞ്ഞിട്ടുണ്ടാവും കമന്റ് ചെയ്യട്ടോ. ആരാ പറഞ്ഞിട്ടുണ്ടാവോ? ഗൾഫിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ഒരു ന്യൂസ് വന്നിക്കുന്ന പുതുവത്സരം പറയായിട്ട്, ന്യൂ ഇയർ പറയായിട്ട് പറയട്ടെ, പുതുവത്സരത്തിന് ന്യൂ ഇയർ പറയായിട്ട് കുത്തി കൊന്നാണ് ഞാൻ. എന്നിട്ട് പിന്നെ എന്റെ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടോ, ഞാൻ കൊല്ലാനൊന്നും വേണ്ട വിചാരിച്ചിട്ട്. അതെ അതെ, ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിയായി അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നെ കൊന്നതാ. അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് പ്ലാനിങ്ങുകൾ നമ്മൾ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ മാസവും പ്ലാനിങ്ങേ നടക്കുള്ളൂ. നമ്മളെ ലൈഫിൽ പ്ലാനിങ്ങിന് ഒരു കുറവുണ്ടായിട്ട് ഇവിടെ പരിപാടി നടക്കാണ്ടായി പോകുന്നത്. പ്ലാനിങ് മുഖ്യം. എന്ത് പ്ലാനിങ് മുഖ്യം? 90% ഞങ്ങൾ പോലെ തന്നെ. നമ്മൾ ആന പോലെ പ്രതീക്ഷിക്കുക, എന്നാ നമുക്ക് എലി പോലെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്ലാനിങ്ങുകളൊക്കെ സെറ്റ് ആക്കുക. എന്നാൽ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സക്സസിലേക്ക് എത്തും അല്ലേ? പിന്നെ ആണെങ്കിൽ 2024 സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ എന്തെത്താ? സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെമി പറയട്ടെ. ഷെമിക്ക പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊന്നും നോക്കല്ലേ. 2020 മുതൽ 24, 25 അഞ്ചാമത്തെ വർഷമല്ലേ ഷെമിനൊപ്പം? 5 വർഷമായില്ലേ ഇപ്പൊ നമ്മള്? അഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ്. ഞങ്ങള് 3 വർഷം എന്ന് പറഞ്ഞ 3 മാസമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കിട്ടിയ ദിവസം. 3 മാസത്തിന്റെ അപ്പുറത്തൊക്കെ പോകില്ല പറയാനൊന്നും പറ്റൂല. അതങ്ങനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു സ്വഭാവമൊക്കെ കണ്ടിട്ട്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ ഇപ്പൊ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 5 വർഷമൊക്കെ ആയിഷമേ, എന്റെ അമ്മേ, എനിക്ക് നിങ്ങൾ അവാർഡ് തരണം. അവാർഡ് 5 വർഷമൊക്കെ അയക്കണമെങ്കിൽ ആരെങ്കിലും കുറച്ച് അവാർഡ് ഒക്കെ കൊടുത്തയക്കും. എനിക്ക് അവാർഡ് ഒന്നും വേണ്ട. അപ്പം ഈ കഴിഞ്ഞ 2024 എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുവർണ അവസരങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, സുവർണ നിമിഷങ്ങൾ. നിമിഷങ്ങളും അവസരങ്ങളും ഒക്കെ കണക്കാ. പാതി ഞാൻ ഇന്ന് സന്തോഷിച്ചാ നാളെ ഞാൻ കരയും. എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും സന്തോഷങ്ങൾ എന്തൊക്കെ, ദുഃഖങ്ങൾ എന്തൊക്കെ പറഞ്ഞോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെന്താ, പിന്നിപ്പോ പ്രഗ്നന്റ് ആണല്ലോ, ഒരു സന്തോഷം തന്നെ ആണല്ലോ. പിന്നെ കാര്യമായിട്ട് സന്തോഷിച്ചിട്ടൊന്നുമില്ല. ഓരോരോ വട്ടവും പോകുമ്പോ അപ്പാട് സന്തോഷിക്കും. പോയി എന്നാൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അന്നപാട് കരയൂ, അതൊക്കെ തന്നെ സ്വാഭാവികം. അങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കാൻ പറ്റിയ വലിയ സംഭവങ്ങൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. സങ്കടവും സന്തോഷവും ഇല്ല കേട്ടോ. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് സങ്കടവും ഇങ്ങനെ കളിക്കും. അങ്ങനെ മതി അല്ലേ നല്ലത്. കാരണം സന്തോഷം തന്നെ സങ്കടം തന്നെ ആയിട്ട് ബന്ധത്താ. അതെ, സങ്കടം തന്നെ ആയി പോയാൽ ഒരു സുഖം ഉണ്ടാവില്ല, സന്തോഷം തന്നെ ആയി പോയാൽ സുഖമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആർക്കും ലൈഫ് കിട്ടൂല. അങ്ങനത്തെ ലൈഫ് ആർക്കും കിട്ടൂലല്ലോ. സന്തോഷം ഉണ്ടാവും. അത് രണ്ടും കൂടി കൂടിയതാണല്ലോ ലൈഫ് അല്ലേ. സങ്കടം തന്നെ ആയാലും പറ്റൂല, സന്തോഷം തന്നെ ആയാലും പറ്റൂല. രണ്ടും വേണ്ട. എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് എന്ന് പറഞ്ഞാല് സങ്കടം ഇല്ലാത്തതാ. സന്തോഷം മാത്രമുള്ള ലൈഫ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതായി മാറി. എല്ലാവർക്കും അതന്നെ ഇഷ്ടം. അങ്ങനെ നടക്കൂല. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ഈ 2024 നമുക്ക് കിട്ടിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓർമ്മകൾ, എന്റെ സന്തോഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അല്ലെ ഇനി പറയണോ? എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രഗ്നന്റ് ആയത്. അത് അൽഹംദുലില്ലാ, കാരണം നമ്മൾ വിചാരിക്കാതെ കിട്ടിയ ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം അതൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. പിന്നെ അതുപോലെ തന്നെ
അത് നല്ല സന്തോഷാണെങ്കിലും എന്താവും എടുത്തു എന്നുള്ള ഒരു സങ്കടല്ലേ. അതെ അതെ അതെ, അതാണ് പറഞ്ഞത്. എന്ത് സന്തോഷം വന്നാലും അതിന് സങ്കടം ഉണ്ടാവും. അപ്പൊ നമുക്ക് ആർക്കും അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ 2023 സംബന്ധിച്ച് 2024 ഒന്നുകൂടി നമ്മളെ എന്താ പറയാ, 2023 ഒരുപാട് ആൾക്കാർ നമുക്കെതിരായിരുന്നു. 2024 ആയപ്പം കുറെ ആൾക്കാർ നമുക്ക് മാറി. അപ്പൊ അത് നമുക്കൊരു അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അനുഗ്രഹമാണ്, ഒരു പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. അപ്പൊ അൽഹംദുലില്ലാ അതിലും ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് വേദികളിലൊക്കെ നമുക്ക് പോകാനൊക്കെ പറ്റിയല്ലോ. അപ്പൊ നമ്മള് പോവില്ല. അതെ അതെ, അവോയ്ഡിങ്. അപ്പൊ ഈ വർഷത്തെ, അപ്പൊ കഴിഞ്ഞ വർഷം കാര്യങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെയാണ്. ഏതായാലും നല്ല വർഷം തന്നെയാണ് കേട്ടോ 2024. അതിന്റെ മുമ്പത്തെ വർഷങ്ങളൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല വർഷം തന്നെയാണ് 2024. എന്താ എന്റെ അഭിപ്രായം? എന്റെ ലൈഫിൽ എനിക്ക് 2024 ബെസ്റ്റ് വർഷമായിരുന്നു. ഇനി 2025 നമ്മളെ പ്ലാനിങ്, ഒരു പ്ലാനിങ് സെറ്റ് ആക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു വലിയ പ്ലാനുകളൊക്കെ, വൻകിട പ്ലാനുകളൊക്കെ സെറ്റ് ആക്കുക. എന്നാൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വലുത് നടത്തണം, അത് വേറെ കാര്യം. പക്ഷെ വലുത് ചിന്തിച്ചാൽ നമ്മൾ ചെറുതെങ്കിലും കിട്ടുമല്ലോ, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ വർഷം എൻ്റെ പ്ലാനിങ് തന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക എന്നുള്ളത്. പക്ഷേ ഷെമി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിപ്പം ഈ വർഷം നടക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം ഈ ഒരു 70% പ്രഗ്നന്റ് ആ ഒരു പീരീഡ് അല്ലേ. അതെ, അപ്പൊ ഈ ഒരു വർഷം ഒരു 70% ഷെമി പ്രഗ്നന്റ് ആ ഒരു ഡെലിവറി കാര്യങ്ങൾ അതുമായിട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വലിയ പ്ലാനിങ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് വെറുതെ നിങ്ങളടുത്ത്, നമുക്ക് പ്ലാനിങ് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ അത് നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് അത് നമ്മൾ ചെയ്യുകയും വേണ്ടേ. ഒരു കാര്യം നമ്മൾ പറഞ്ഞാല് നമ്മളെ ചെയ്യാം. അതെ, അത് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്ലാനിങ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട, ആൾക്ക് എവിടെന്നെങ്കിലും പൈസ ഒക്കെ സെറ്റ് ആക്കിയോളും. നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, പ്ലാനിങ്ങിന് ഒരു കുറവും വേണ്ട അല്ലേ. പ്ലാനിങ് മുഖ്യം. അപ്പം ഏതായാലും ഇപ്പൊ ഈ വർഷത്തെ നമ്മളെ പ്ലാനിങ് ഇതുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചതാണ്. അത് നടക്കട്ടെ ഈ സംഭവം കൊണ്ട്. അപ്പൊ ഏതായാലും നല്ലൊരു ഡെലിവറി ഇല്ല കൊണ്ട് അതവിടെ നിൽക്കട്ടെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് അടിപൊളി ആക്കാനുള്ള പരിപാടികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാരും അങ്ങനെ തന്നെ അല്ല, ആ വർഷം ആവണേ വിചാരിച്ചിട്ട് കാര്യമല്ല. നമ്മൾ പണിയെടുക്കണം. അത് ഞാൻ പറയല്ല, ഞാൻ എപ്പോഴും പറയില്ല, നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഈ വർഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജീവിതം, ഞങ്ങളുടെ ലൈഫ് ഹാപ്പി ആവാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമല്ലോ ഒരു കാര്യവും ഷെമി. ഓക്കെ, അപ്പൊ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ആരും നമ്മൾ നമ്മളെ ഇങ്ങനെ തരുമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് പോലെ തരാതിരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുക. അപ്പം എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ അനുഗ്രഹമായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അപ്പൊ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെല്ലാ ലൈഫ് നമ്മൾ കളറാക്കുക. ഇതാണ് നമ്മളെ ഈ ചെറിയൊരു കാര്യം മതി നമുക്ക് വലിയൊരു എന്താ പറയുക, ഈ ഒരു വർഷം കംപ്ലീറ്റ്, ഈ ഒരു വർഷം ജീവിതം കംപ്ലീറ്റ് നമ്മൾ വിജയിക്കാനുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പിന്നെ നമ്മൾ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. നമ്മളോട് ഇങ്ങനെ നിൽക്കൂ, ഞാൻ അങ്ങനൊക്കെ വിചാരിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ വിചാരിക്കാൻ ഓലിക്ക് എന്നോട് ഒരു കുഴപ്പമില്ല, ഓലിനോട് ഉഷാറ്, അങ്ങനെ വിചാരിച്ചോലൊക്കെ നേരെ തിരിച്ച്. അപ്പൊ നമ്മൾ ആരുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. ചിലപ്പം മിണ്ടും, ചിലപ്പം മിണ്ടൂല, ചിലപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ഷെഫിയെ. പിന്നെ നമ്മളെടുത്ത് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ നിൽക്കുക നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ഷെഫിൻ്റെ അമ്മ ഇപ്പം എന്തെന്നാലും എന്നെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു ദേഷ്യമോ ഒന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു മനുഷ്യന്മാരെ ഞാൻ ഓരേ കണ്ടിയുള്ളൂ കേട്ടോ. എന്നെക്കൂടെ തന്നെ ചിന്തിച്ചാൽ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയൂല. അത് അന്നപ്പോൾ എനിക്കല്ല, പിന്നെ എനിക്ക് അതിനെ പറ്റിയൊക്കെ ഓർമ്മ വന്ന്. ശരിക്കും ഞാൻ ഉദയരെ പോലെ അങ്ങനെ മിസ്സൊന്നും ചെയ്തില്ല. പക്ഷെ ഓല് ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്തല്ല. അപ്പോൾ ഞാൻ മിനിയാന്ന് വിചാരിച്ച് ഓലെ കാണാൻ പോയാലോ എന്നിട്ടോ. ഇന്നലെ രാത്രി ഷെഫി ഇമ്മാന്നൊക്കെ ഉറക്കത് വിളിക്കുന്ന കണ്ടിരിക്കുന്നു, പക്ഷെ പ്രകടിപ്പിക്കൂല കേട്ടോ. ഇന്നലെ രാത്രി ഉമ്മാന്നൊക്കെ പറയുന്ന കേട്ടിരിക്കണ്. ഓക്കെ, അപ്പൊ ബാക്കി വരാൻ വേണ്ടി നമ്മളിവിടെ പ്ലാനിങ്ങുകളാണല്ലോ സംസാരിക്കുന്നത് അല്ലേ.
പ്ലാനിങ്ങുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുക, അതാ നല്ലത്. അപ്പം നമ്മൾ പ്ലാനിങ് ഈ വർഷത്തെ പ്ലാനിങ് ജനിച്ചതിന് ശേഷം ഇതുവരെ ഒരു വിട്ടു നിന്നിട്ടില്ല അല്ലേ? അതെ, പിന്നെ നിന്നില്ല. കാരണം ഇവര് ചെറുതായപ്പോ ഉംറക്ക് പോയപ്പോ ഷെഫിനെ കൊണ്ടുപോയിക്കിന്, നമ്മള് പോയപ്പോ പോയിക്കിന്. ഉമ്മക്ക് അടുത്തിട്ട് മിസ് ചെയ്യുന്നത് എന്താ വേന, അത്രയും വലിയൊരു മനുഷ്യനാ. മോളെ ഞാൻ പിന്നെ മാളിൽ പോയപ്പോഴേക്ക് ഷെഫിനെ പോലെ ഒരാളെ തോന്നി. ആയിഷുവിനെ ഉണ്ട്, പക്ഷെങ്കിൽ ഇവനാണ് മെയിനായിട്ട് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവര് രണ്ടും ആദ്യമായിട്ടാണ് പിരിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പൊ പിന്നെ കുറെ ഗൾഫിലൊക്കെ ആയിക്കൊണ്ടില്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെയാണ്. പിന്നെ അപ്പൊ നമ്മുടെ പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം നമ്മൾ കിടിലനായിട്ട് അടിപൊളി വ്ളോഗുകൾ നമ്മൾ ചെയ്യും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്ലാനിങ് പറഞ്ഞാൽ അതാ അല്ലേ. അപ്പൊ ഓരോരുത്തരെ ജോബില് എന്താ പറയുക ഫോക്കസ് ചെയ്യുക, അത് അടിപൊളിയാക്കുക. ഓക്കെ, അതാണ് നമ്മളെ ആദ്യം തന്നെ ചെയ്യേണ്ടത്. നമ്മളെ ജോബ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഷെമി തന്നെ ആണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാണെങ്കിൽ എനിക്ക് ജോബ് വേണം. വേണ്ടേ? പിന്നെ വെറുതെ അപ്പൊ നമ്മളെ ജോബ് എന്താണ് അതൊന്നുകൂടി ഡെവലപ്പ് ആക്കാനുള്ള പരിപാടികൾ നോക്കുക, നമ്പർ 1. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വർഷം നല്ലൊരു ഹസ്ബൻഡ് ആവണം എന്ന ആഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഒക്കെ ഞാൻ നല്ലതായിരുന്നു, പക്ഷെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നല്ലൊരു പറയട്ടെ പൊട്ടിപ്പോന്നറിയില്ലേ, അത്ര മതി, കഴിഞ്ഞ പ്രാവശ്യത്തോളം മതി, അധികം വേണ്ടേ. പിന്നെ എന്റെ അടുത്ത പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു മകനായി ജീവിക്കണം, ഒന്നുകൂടി നമുക്ക് നമ്മുടെ ഫാമിലി നോക്കണം. ഇതൊക്കെയാണ് എന്റെ പ്ലാനിങ്. പിന്നെ പറഞ്ഞാല് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ആ ടൈം കാരണം നമ്മളെപ്പോഴും എല്ലാം നമ്മള് പുറത്ത് പറയരുത് നല്ലേ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കുറച്ച് പ്ലാനിങ്ങുകൾ പറയാത്തത്. ഈ വർഷങ്ങൾ കണ്ടോളി. ഏതായാലും ഈ വർഷം 2025-26 ആവുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുള്ളത് നമ്മളെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടത്തും പറയാതിരിക്കുക. ഓക്കെ, അതും നിങ്ങളെ മൈൻഡിൽ വെച്ചോളി. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എല്ലാവരുടെ പറയാതിരിക്കുക. അപ്പം ഓരോന്ന് നടക്കുന്ന സമയത്തും നിങ്ങളടുത്ത് അത് അറിയിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. ഈ വർഷം 2025 26 ആകുമ്പോഴേക്കും കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. ഈ സാധനങ്ങൾ മൈൻഡിൽ വെച്ചോളി. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് പറയും ഇതായിരുന്നു ആ പ്ലാനിങ്, ഇതായിരുന്നു. 2-3 പ്ലാനിങ്ങുകൾ, ബിഗ് പ്ലാനിങ്ങുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ഓക്കെ, എന്നോടും പറയൂല, നിങ്ങളോട് പറഞ്ഞാൽ വേളോട് അറിയാൻ ചോദില്ല. അത് ഞാൻ പറയാൻ ഒരുങ്ങ, എന്നോട് വരെ പറഞ്ഞില്ല, ഞാൻ ഇപ്പഴാ കേൾക്കുന്നത്. നമുക്ക് കാണാല്ലേ. അല്ല ലൈഫിനെ അല്ല എനിക്ക് ഇതുവരെ ഉള്ളതിൽ എന്താ എനിക്ക് തോന്നുന്നത്? ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നടക്കാത്ത എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. അത് നീ വിശ്വസിച്ചാ മതി. ഞാൻ ഇന്നെ തന്നെ അവളിനെ പൊക്കില്ല. അല്ല, ഞാൻ അതിലൊന്ന് ഡൗൺ ആയി. എന്താന്ന് വെച്ചാൽ പ്ലാനിങ് വെച്ചാൽ ഇപ്പൊ ഷെമി വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ വേറെ കല്യാണം കഴിച്ച് ആ ഒരു പ്ലാനിങ്ങിൽ ഉൾക്കൊള്ളിക്കാം, ആ കഴിക്കും ഷെമി വിചാരിക്കുന്നത്. ആ പ്ലാനിങ്ങുകളൊന്നല്ല ഷെമി, അങ്ങനെയൊന്നുമല്ല. അതൊന്നും പ്ലാനിങ് അല്ലല്ലോ. അതൊക്കെ എന്താ നീ പറയുന്നത്? അതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇത് ഷെമി ഞങ്ങളെ കല്യാണം സ്റ്റാർട്ടിങ് മുതലേ ഷെമിന്റെ മൈൻഡിൽ ഉള്ളത് അടുത്ത കല്യാണം എപ്പോഴും ഇവിടെ പ്ലാനിങ്ങിലേക്ക് ഇതൊക്കെ വെച്ചേക്കണേ. അതല്ല ഇവിടെ സംശയപരമായിട്ടുള്ള മുന്നേറ്റം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അതൊക്കെ തോന്നലല്ലേ. ഞാൻ പറഞ്ഞില്ലല്ലോ, എന്റെ മനസ്സിൽ പുറത്ത് വന്നു അറിയാണ്ട്. ഇനി അറിഞ്ഞാണോന്ന് നമുക്കറിയൂല. ഓക്കെ, അപ്പൊ അതൊന്നല്ല, അല്ലാണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നും എല്ലായിടത്തും പറയാൻ പറ്റൂലെന്ന് അല്ലേ. കാണാം, വെയിറ്റ് ആൻഡ് സീ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ലൊരു വർഷമായി മാറട്ടെ. പിന്നെ നിങ്ങളെ മനസ്സിലും ഉണ്ടായല്ലോ ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ, അതുപോലൊക്കെ നടക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാൻ പഠിക്കുക, ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക. അതാണ് നമ്മൾ ഷെമിനോടും പറയേണ്ടത്, എന്നോടും പറയേണ്ടത്, നിങ്ങളോടും പറയേണ്ടത്. നമ്മൾ ജയിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. കുറേ വെറുതെ ഇങ്ങനെ കാത്തിരിക്കല്ല കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് കാത്തിരുന്ന് നമ്മൾ വിജയത്തിന്റെ ആ ഒരു മുഹൂർത്തം ഈ വർഷം തന്നെ എല്ലാവർക്കും ആ സംഭവം വിജയത്തിലെത്തി.
എനിക്ക് ഞാൻ കാത്തിക്കല്ലേ എപ്പോഴും ഞാൻ ഇങ്ങനെ ജയിക്കുന്ന വരെ കാത്തിരിക്കുക പിന്നെ അടുത്തതിനുള്ള ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾ നമുക്ക് തീരൂല, ആർക്കും തീരൂല. നമ്മളെല്ലാം ജയിച്ചോലെ എല്ലാവർക്കും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ. അതെ അതെ, നല്ലൊരു വർഷമാവട്ടെ. ആർക്കും ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നമൊന്നും ഇല്ലാണ്ട്. പിന്നെ തെറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരോടും പോയി നന്നാകുകയൊക്കെ ചെയ്യുക. കാരണം ഏത് നിമിഷം നമ്മൾ മരിക്കാന്ന് നമുക്ക് പറയാം. പിന്നെ കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതെ അതെ അതെ, എനിക്ക് ആരോടും പണിക്കൊന്നുമില്ല കേട്ടോ. എന്നോട് കുറെ ആൾ പണിയിക്കണോലൊക്കെ ഉണ്ട്. നിക്കുന്നവരോട് ഇനി നമ്മൾ 1-2 പ്രാവശ്യം മിണ്ടാൻ പോയിട്ട് ഇനി വേറെ കാര്യം ഞാൻ പോകില്ല. പ്രാവശ്യം മിണ്ടാൻ പോയി. അല്ല, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകില്ല കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം വരും, ഇപ്പൊ പോവും, സംസാരിക്കും, കാര്യം ക്ലിയർ ചെയ്യാം. ഷെഫി പിടിച്ച് നിർത്തിയാ പോണ്ടാന്ന് പറഞ്ഞു. വെള് വേണ്ടാത്ത ആളുകളുടെ അടുത്തേക്ക് ഇവള് പോവുക, ഇവളെ വേണ്ടാത്ത ആളുകളുടെ അടുത്തേക്ക് ഇവള് പോയിട്ട് ആടുന്ന് വിഷമവും ആയിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇതും ഞാൻ കാണണം, ഈ വിഷമവും. അപ്പോ സത്യത്തിൽ എന്റെ ലൈഫിൽ ഞാൻ ആരടുത്തും 1-2-3 പ്രാവശ്യം ഞാൻ അടുത്ത് പോയി പണിങ്ങാനൊന്നും പോകില്ല. എന്നോട് ആരെങ്കിലും പണിയാൻ തന്നെ ഞാൻ അങ്ങോട്ട് പോയി നന്നാവും. 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യും നന്നാവാൻ വേണ്ടി. എന്നിട്ട് നന്നാവില്ലേ പിന്നെ ഞാൻ ആ ബൈക്ക് പോകില്ല. അതായിരിക്കും നല്ലത്. കാരണം അത് നമ്മൾ പിന്നെയും പോയി നമ്മൾ വിഷമിക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ പറഞ്ഞില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. ഉള്ളവര് മതി, അത് മതി നോക്കുക. ബാക്കിയുള്ളവർ വരാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഒരാളെ കുറിച്ച് നമ്മളെ ലൈഫിന്റെ ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ വന്നു പോയതാണ്. അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാർ, കുറഞ്ഞ ആൾക്കാർ അവലെ വിചാരിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ആര് നമ്മളെ ലൈഫിൽ ഞാൻ ഇന്നൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത്രത്തോളം ഓൽക്ക് നമ്മളെ ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ ഓലെ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട ആവശ്യമോ? നമ്മളെ ഓൽക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഓൽക്ക് നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. ഓല് നമ്മളോട് ഇമ്പോർട്ടൻ്റ് അല്ല, പിന്നെ നമ്മളവിടെ പോയിട്ട് പോയി കരുന്ന് കുത്തിരിക്കുന്നതിൽ അർത്ഥമല്ല അല്ലേ? എന്താ മനസ്സിലാകണ്ടോ? ഓക്കെ, അപ്പോൾ ഏതായാലും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഒരു സത്യം പറയുകയാണെങ്കിൽ മനസ്സറിഞ്ഞാണ് നമ്മൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ പോട്ടെ, പഠിച്ചോ നമ്മളൊക്കെ കൂടെ ഉണ്ടാകട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ ബൈ.